Dear students, again welcome back to Riju and PSK Tele classes. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ആൻഡ് ദി ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ് ദി കോമ്പിനേഷൻ ഓഫ് ഇൻഡക്ടേഴ്സ്, എ സി ജനറേറ്റർ, സ്ലിപ്പ് റിങ്സ് ഉപയോഗിക്കുന്ന എ സി ജനറേറ്ററും സ്പ്ലിറ്റ് റിങ് ഉപയോഗിച്ച ഡി സി മോട്ടറിൻ്റെ കുറച്ച് തിയറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രോത്ത് ആൻഡ് ഡീകേ ഓഫ് കറണ്ട് ഇൻ എൻ LR സർക്യൂട്ട്. ഒരു റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിൽ നമ്മൾ സ്വിച്ച് ഓണാക്കുമ്പോൾ കറണ്ട് പെട്ടെന്ന് തന്നെ മാക്സിമം ആവുന്നു, ഓഫാക്കുമ്പോൾ ഒറ്റയടിക്ക് 0 ആവുന്നു. എന്നാൽ ഇതിൽ കപ്പാസിറ്ററോ ഇൻഡക്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ, സർക്യൂട്ടിൽ കപ്പാസിറ്ററോ ഇൻഡക്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ സർക്യൂട്ട് ഓണാക്കുമ്പോൾ ഉടനെ തന്നെ മാക്സിമത്തിലോട്ട് വരുന്നില്ല, ഓഫാക്കുമ്പോൾ ഉടനെ തന്നെ 0 ആവുന്നില്ല. നമ്മുടെ ടി വിയുടെയൊക്കെ താഴെ കാണുന്ന ഇൻഡിക്കേറ്റർ നമ്മൾ സ്വിച്ച് ഓണാക്കുമ്പോൾ ഉടനെ തന്നെ അത് റെഡ് കളർ കത്തി വരുന്നില്ല, ഓഫാക്കുമ്പോൾ ഉടനെ അത് ഓഫാവുന്നില്ല. CFL വളരെ CFL കുറച്ച് അതിൻ്റെ റെസ്പോൺസ് ടൈം കുറച്ച് കുറവാണ്. നമ്മൾ ടി വിയുടെ ഇൻഡിക്കേറ്ററൊക്കെ പോലെ ഒറ്റയടിക്ക് സഡനായിട്ട് ദ കറണ്ട് ഈസ് നോട്ട് റീച്ചിങ് ദ മാക്സിമം വാല്യൂ. അതുപോലെ ഓഫാക്കുന്ന സമയത്തും കറണ്ട് ഈസ് നോട്ട് കറണ്ട് ഈസ് നോട്ട് ബിക്കം 0 സഡൻലി. ഇതാണ്. അപ്പോൾ ഇതിൽ വളരെ സാവധാനത്തിലാണ് കറണ്ട് ഗ്രോ ചെയ്യുന്നത്, അതേപോലെ ഡീകേ ചെയ്യുന്നതും സാവധാനത്തിലാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രോത്ത് ആൻഡ് ഡീകേ ഓഫ് കറണ്ട് ഇൻ എൻ LR സർക്യൂട്ട്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഗ്രോത്ത് ആൻഡ് ഡീകേ ഓഫ് കറണ്ട് ഇൻ സീരീസ് LR സർക്യൂട്ട്. ഇത് നമ്മുടെ സ്റ്റേറ്റ് ബോർഡിൻ്റെ അല്ലെങ്കിൽ CBSE ബോർഡിൻ്റെ സിലബസിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിലും എൻട്രൻസ് പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് ദിസ് ടോപ്പിക്, ഗ്രോത്ത് ആൻഡ് ഡീകേ ഓഫ് കറണ്ട് ഇൻ എൻ LR സർക്യൂട്ട്. ഇതിൻ്റെ തുടക്കം പറയുവാണ്. എൻ്റെ തുടക്കം പറയുമ്പോൾ എൻ്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ലിസൺ, ലെറ്റ് ഇറ്റ് ബി, ഐ എം ഗോയിങ് ടു ഡ്രോ എ സർക്യൂട്ട് ഹിയർ ആൻഡ് ദാറ്റ് സർക്യൂട്ട് is consisting of a resistor only. റെസിസ്റ്റർ മാത്രം ഒന്ന് വെക്കൂ. നിങ്ങൾ സ്വിച്ച് ഓണാക്കുന്ന ഉടനെ തന്നെ അവിടെ മാക്സിമം, സ്വിച്ച് ഓണാക്കുന്നതിന് മുന്നേ 0 ആണ്, സ്വിച്ച് ഓണാക്കുമ്പോൾ ഉടനെ തന്നെ മാക്സിമം കറണ്ടായി. ഐ വിൽ ഡ്രോ ദാറ്റ് ഗ്രാഫ് ഹിയർ. ഓക്കെ, this is the axis, y-axis representing current, and this is the time. Okay, at t is equal to 0, you are switching on. Let നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്നത് at t is equal to 0 എന്ന് വെച്ചോളൂ. അപ്പോൾ റെസിസ്റ്റർ മാത്രമുള്ളെങ്കിൽ സ്വിച്ച് ഓണാക്കിയ ഉടനെ തന്നെ കറണ്ട് മാക്സിമായി. ഓക്കെ, ഇതായിരിക്കും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഗ്രാഫ്. ഓക്കെ, ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഗ്രാഫ്. ദിസ് ലെറ്റ് ഇറ്റ് ബി യുവർ I0. ഓക്കെ, ഇതാണ് I0 എന്ന് പറയുന്ന കറണ്ട്, I0 എന്ന് പറയുന്ന മാക്സിമം കറണ്ട്. I0യുടെ ഇക്വേഷനൊക്കെ ഇതിൽ വോൾട്ടേജ് V ആണെന്ന് വെച്ചോളൂ. റെസിസ്റ്റർ R ആണെങ്കിൽ I0 = V/R. ഒരു സംശയമില്ല. നമുക്ക് കറണ്ട് ഓൺ ആക്കുന്ന സമയത്ത് ഒറ്റടിക്ക് കറണ്ട് ഓഫ് ആക്കുമ്പോൾ ഒറ്റടിക്ക് അത് സഡൻലി ഇറ്റ് വിൽ സീസസ് ടു 0. അത് പെട്ടെന്ന് തന്നെ 0 ആവും. ഓക്കെ, ബട്ട് നമ്മുടെ ടോപ്പിക്ക് റെസിസ്റ്റർ അല്ലല്ലോ. നമ്മുടെ ടോപ്പിക്ക് ആരാ? ഇറ്റ് ഈസ് LR, ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റർ. ഈ ടോപ്പിക്കിൻ്റെ റെലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ സോളിനോയിഡ് കോയിൽ, ഏത് കോയിൽ മേടിക്കുകയാണെങ്കിലും മേഡപ്പ് ഓഫ് എ കണ്ടക്ടർ, കോപ്പറൊക്കെ ആവാം, അതിനെന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി എല്ലാ വയറിനും കൂടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളത് കാരണം നമുക്ക് L എന്ന് മാത്രം ഡിസ്കസ് ചെയ്യുന്നുണ്ട് വലിയ യൂസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ LRലോട്ട്, ഇൻഡക്ടർ ആസ് വെൽ ആസ് റെസിസ്റ്റർ എന്നുള്ള കൺസെപ്റ്റിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ സർക്യൂട്ടിൽ കുറച്ച് ഭാഗം മാറ്റം വരുത്തിയിട്ട്, അപ്പോൾ ഞാനിവിടെ ഐ എം ഗോയിങ് ടു കണക്ട് എൻ ഇൻഡക്ടർ ഹിയർ. ഓക്കെ, ഇൻഡക്ടർ ഓഫ് L. ഇൻഡക്ടറിൻ്റെ ജോലി എന്താ? സ്വിച്ച് ഓണാക്കുമ്പോഴും ഓഫാക്കുമ്പോഴും മാത്രമേ ഇൻഡക്ടറിന് ജോലിയുള്ളൂ. കണ്ടോ? കാരണം അതിൻ്റെ ബാക്ക് EMFൻ്റെ ഇക്വേഷൻ E = L × di/dt എന്നുള്ള ഇക്വേഷനാണ്. സ്വിച്ച് ഓൺ ആകുമ്പോൾ കറണ്ട് കൂടുമ്പോൾ ആ കറണ്ടിനെ കൂടുന്നതിന് ഒപ്പോസ് ചെയ്യും. ഒറ്റടിക്ക് കറണ്ട് മാക്സിമം ആവാതെ, നമ്മുടെ റൊട്ടേഷനിൽ ഫ്ലൈ വീലിയൊക്കെ പോലെ ഒറ്റടിക്ക് മാക്സിമം കറണ്ട് വരാതെ അത് സാധാരണ കറണ്ട് ഇൻക്രീസ് ചെയ്യും. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ച വേർഡ്, ഗ്രോത്ത് ഓഫ് കറണ്ട്. ഓക്കെ, ഇനി കറണ്ട് മാക്സിമം എത്തിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ജോലിയൊന്നുമില്ല, ഒപ്പോസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കറണ്ടിനെല്ലാം ഒപ്പോസ് ചെയ്യണം, കറണ്ടിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യണം. കറണ്ട് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ബാക്ക് EMF 0 വരും. എന്താ കാരണം? L × di/dt, I കോൺസ്റ്റൻ്റ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 വരും, ബാക്ക് EMF ഉണ്ടാവില്ല. പിന്നെ എപ്പോഴാണ് ഇഫക്റ്റ് ഉണ്ടാവുക അറിയൂ? സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ കറണ്ട് കുറയല്ലേ? കറണ്ട് ആ ഡിക്രീസിനെ ഒപ്പോസ് ചെയ്യും. കറണ്ട് ഒറ്റടിക്ക് കുറയാതെ കറണ്ട് സാവധാനം കുറയും. അതിന് വിളിക്കുന്ന പേരാ ഡീകേ എന്നുള്ളത്.
ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് ഇൻ ദ കേസ് ഓഫ് LR സർക്യൂട്ട് നമ്മൾ കിർച്ചോഫിൻ്റെ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുക. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുകയാണ്. സ്വിച്ച് ഓൺ ആക്കുന്ന കേസാണ് അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് വി വിൽ ബി ഡ്രോപ്പ്ഡ്. കുറച്ച് ഭാഗം റെസിസ്റ്ററിന് അക്രോസ് IR ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. ബാക്കി ഭാഗം ഇൻഡക്ടറിന് അക്രോസ് L/di/dt എന്നോ ബാക്ക് EMF എന്നോ നിങ്ങൾക്ക് എഴുതാം. Here I am writing it as L/di/dt. Okay, IR plus L/di/dt. ഇക്വേഷൻ സംശയമില്ല. അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ നിങ്ങൾ കൺവെൻഷൻ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് V മൈനസ് ഡ്രോപ്പ് IR മൈനസ് L/di/dt ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതണം. എന്നിട്ട് 2 മൈനസ് ടേം അപ്പുറം കൊണ്ട് എഴുതിയ ഇക്വേഷനാണ്. നോക്കൂ, ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അത് സോൾവ് ചെയ്യുന്ന വിധം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. പക്ഷേ നമുക്ക് മെയിനായിട്ട് എൻ്റെ റിസൾട്ടാണ് വേണ്ടത്. ഓക്കെ, എനിവേ ഇറ്റ്സ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ I and you can see di/dt. ഇതിലാണ് കിടക്കുന്നത്. കണ്ടോ, I di/dt ഉണ്ട്. ഓക്കെ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇക്വേഷൻ എല്ലാവരും ആ ഇക്വേഷൻ പഠിക്കണം. ഓക്കെ, ദാറ്റ് ഇക്വേഷൻ ഈസ്, ഞാനത് ഡിറൈവ് ചെയ്ത് കാണിക്കാം. ഇക്വേഷൻ വിൽ ബി എ മാക്സിമം കറന്റ് ദാറ്റ് ഈസ് യുവർ I0 ദാറ്റ് ഈസ് നത്തിങ് ബട്ട് V/R ഇൻറ്റു 1 മൈനസ് e⁻t/τ. T/τ. ലിസൺ, E എന്നുള്ളത് എക്സ്പൊണൻഷ്യലാണ്. ടോയെ വിളിക്കുന്ന പേര് ഇൻഡക്ടറുമായി ബന്ധമുള്ള ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റൻറ്റ്. ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റൻ്റ് ആണ്. ടോയുടെ ഇക്വേഷൻ L/R. ഇതിൻ്റെ റെലവൻസ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നുള്ളൂ. അതിൻ്റെ സൊല്യൂഷൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷനാണ് മക്കളോട് പറഞ്ഞത്. ലിസൺ, I is equal to I0 into 1 minus e⁻t/τ എന്നുള്ള ഇക്വേഷനാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷനാണ്. ഞാൻ എന്തായാലും ആ സൊല്യൂഷൻ നിങ്ങൾക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണിക്കാം. ഈ ഒരു ഫംഗ്ഷൻ്റെ ഈ ഒരു 1 minus e⁻t/τയുടെ ഗ്രാഫ് നമ്മൾ വരക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതാ ഇങ്ങനെയായിരിക്കും. കണ്ടോ, കറണ്ട് ഒറ്റടിക്കല്ല റെസിസ്റ്റർ മാത്രമാണെങ്കിൽ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്ത് ചെയ്യും, ഒറ്റടി കറണ്ട് മാക്സിമം ആകുമായിരുന്നു. ഇവിടെ ഇൻഡക്ടർ ഉള്ളത് കാരണം, ഇൻഡക്ടർ കറണ്ട് ചേഞ്ച് ഒപ്പോസ് ചെയ്യുന്നത് കാരണം കറണ്ട് വിൽ ഗ്രാജുവലി ഇൻക്രീസ് ആൻഡ് ദാറ്റ് ഈസ് റെഫർഡ് ആസ് ഗ്രോത്ത് ഓഫ് കറണ്ട്. ഓക്കെ, നമ്മളെ ടോപ്പിക്ക് ഗ്രോത്ത് ഓഫ് കറണ്ട് ആണ്. അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ടോട്ടൽ വോൾട്ടേജ് കുറച്ച് പാർട്ട് റെസിസ്റ്ററിന് അക്രോസും കുറച്ച് പാർട്ട് ഇൻഡക്ടറിന് അക്രോസ് ബാക്ക് EMF ഇല്ലേടാ, ബാക്ക് EMFൻ്റെ ഇക്വേഷനാണ് L/di/dt ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. നോക്കൂ, ഈ ഇക്വേഷനിൽ 2 വേരിയബിളാണ്. ഒന്ന് കറണ്ടാണ്, അടുത്ത ടൈമാണ്. ഈ 2 വേരിയബിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് 2 സൈഡിലോട്ട് മാറ്റാം. എന്നിട്ടാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് കറണ്ട് കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കറണ്ട് I ഉണ്ട് di ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ അതിനെ രണ്ടും ഒരു ഭാഗത്തോട്ട് കൊണ്ടുവന്നതിന് ശേഷം അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്തരം ഫോമിനെ വിളിക്കുന്ന വേരിയബിൾ സെപ്പറബിൾ എന്നൊക്കെ വിളിക്കും. കാണാവേ, ഞാൻ L/di/dt ഇപ്പുറ സൈഡിലോട്ട് അല്ലെങ്കിൽ ഒരു സൈഡിൽ വെച്ചു, അവിടെ തന്നെ വെച്ചു. ഓക്കെ, ഈ IRനെ ഇപ്പുറ സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ V എന്താവും, V മൈനസ് IR ആവും. V മൈനസ് IR ആവും. ഓക്കെ, ഇതിൽ DT ഒരു വേരിയബിളാണ്. ആ DTയെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. L ഉണ്ട്, ഇവിടെ DI ഉണ്ടായിരുന്നു. ഈ V മൈനസ് IRനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഇപ്പം നോക്കണേ, ഈ ഭാഗത്ത് LRും V ഒക്കെ കോൺസ്റ്റൻ്റാണ്. വേരിയബിൾ DIയും Iയും ഒരു സൈഡിൽ വന്നു, അപ്പുറത്ത് DTയും വന്നു. അടുത്ത സ്റ്റെപ്പിൽ ഞാനതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റിംഗ്, ഓക്കെ, 2 സൈഡും ഇൻറ്റഗ്രേഷൻ കൊടുക്കുകയാണ്. ഇൻറ്റഗ്രൽ L/di/V മൈനസ് IR ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് DT. ലിമിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അറ്റ് t is equal to 0 തുടക്കത്തിൽ ദർ ഇസ് നോ കറണ്ട്, സ്വിച്ച് ഓൺ ആക്കുന്നേ ഉള്ളൂ, കറണ്ട് ഗ്രോ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അറ്റ് എ ലേറ്റർ ടൈം t, കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, കറണ്ട് I ആണ്. നോക്കണേ, ഇതിൽ ഈ കണ്ടീഷനെ വിളിക്കുന്ന പേര് ട്രാൻസിയൻറ്റ് കണ്ടീഷൻ. എന്താ ട്രാൻസിയൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും മാത്രം ആണ് ഇൻഡക്ടറിന് ജോലിയുള്ളൂ. അവിടെ കറണ്ട് ഒറ്റയടിക്ക് ഇൻക്രീസ് ചെയ്ത് മാക്സിമം ആവാതെ അത് ഗ്രാജുവലി മാക്സിമം ആവുന്നു. ഓഫ് ആക്കുമ്പോൾ ഇതേ അവസ്ഥയാണ്. ആ കറണ്ട് വേരി ചെയ്യുന്ന ആ ഗ്രോത്തിൻ്റെയും ഡീക്കേയുടെയും കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസിയൻറ്റ് കണ്ടീഷൻ. എക്സാമിന് ക്വസ്റ്റ്യൻസിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവുക, ജസ്റ്റ് ആഫ്റ്റർ ദ സ്വിച്ച് ഈസ് ഓൺ. ട്രാൻസിയൻറ്റ് കണ്ടീഷൻ സ്വിച്ച് ഓൺ ആക്കി ഉടനെ. ലോങ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞാൽ
കണ്ടോ, ആ കേസിനെ വിളിക്കും സ്റ്റഡി സ്റ്റേറ്റ്. അപ്പോൾ അത് കറണ്ട് കൂടിയിട്ട് എന്തായി, അത് കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഇ എം എഫ് ബാക്ക് എം എഫ് ഇൻഡ്യൂസ് ചെയ്യില്ല, di/dt 0 ആണ്. ഓക്കെ, ആ സ്വിച്ച് ഓഫ് ആക്കുമ്പോഴും കറണ്ട് ലിസൺ ജസ്റ്റ് ആഫ്റ്റർ ദ സ്വിച്ച് ഈസ് ഓഫ് എന്ന് പറയുമ്പോഴും എന്താണത്, കറണ്ട് ഡീകേ ചെയ്യാണ്, അതും ട്രാൻസിയൻറ്റ് കണ്ടീഷനാണ്. ലോങ് ആഫ്റ്റർ ആണെങ്കിൽ അവിടെ എന്തില്ല, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ, അവിടെ വേരിയേഷൻ ഇൻഡക്ടറിന് റോളില്ല. ഓക്കെ, ഇപ്പോൾ ഗ്രോത്ത് ഓഫ് കറണ്ടുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ ഉണ്ടല്ലോ, I = I0 × 1 - e⁻ t/τ എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗ്രോത്ത് ഓഫ് കറണ്ടിൻ്റെ ഭാഗമായിട്ട് then using the Kirchhoff's voltage law, applied voltage V ആണ് വെച്ചോളൂ, V = കുറച്ച് ഭാഗം റെസിസ്റ്ററിന് അക്രോസ് പോകുന്നു IR പ്ലസ് ബാക്ക് ഇ എം എഫ് ഇൻഡക്ടറിന് അക്രോസ് വരുന്ന ബാക്ക് ഇ എം എഫ് ഞാൻ ഇക്വേഷൻ ആയിട്ട് എഴുതുന്നു L × di/dt. ഇത് ഇൻഡക്ടറിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന ഇ എം എഫ് ആണ്, IR എന്നത് റെസിസ്റ്ററിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ഡ്രോപ്പാണ്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ ഒന്ന് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ആ കറണ്ട് ഉണ്ട്, കറണ്ടിൻ്റെ DI ടേം ഉണ്ട്, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ 2 വേരിയബിൾ ഉള്ളത്, ഒന്ന് കറണ്ടാണ്, അടുത്ത ടൈമാണ്. വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുക, അതിനുശേഷം ഇൻ്റഗ്രേഷൻ. നമുക്ക് IR അപ്പുറം എടുത്തു, അപ്പോൾ എനിക്ക് വന്നത് അതുപോലെ L × di/dt, IR അപ്പുറം വന്നാൽ L × di/dt = V - IR എഴുതുന്നു. L × di/dt = V - IR. ഓക്കെ, ലിസൺ, ഇവിടെയും DI ഇവിടെയും ഐയുടെ ടേം ഉണ്ട്, അതിന് ഒരുമിച്ച് താഴെ കൊണ്ടിരുന്നു, DT അല്ലെങ്കിൽ അപ്പുറം കൊണ്ടുവന്നു. therefore I am getting it as DI / V - IR = DT/L. L ഇവിടെ കീപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കോൺസ്റ്റൻ്റ് ആണ്. നോക്കൂ, ഇവിടെ കറണ്ട് എന്ന് പറയുന്ന വേരിയബിൾ ഒരു സൈഡിലോട്ട് വന്നു, ടൈം എന്ന് പറയുന്ന വേരിയബിൾ അപ്പുറ സൈഡിലോട്ട് വന്നു, വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തു. ദെൻ വി ആർ ഡൂയിങ് ദി ഇൻ്റഗ്രേഷൻ. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഇൻ്റഗ്രേറ്റിംഗ് 2 ഭാഗത്തും ഇൻ്റഗ്രേഷൻ കൊടുക്കുകയാണ്. therefore I am getting here DI / V - IR = 1/L കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ഇൻ്റഗ്രൽ dt. നമുക്ക് ലിമിറ്റ് കൊടുക്കണം. എന്താ ലിമിറ്റ്? അറ്റ് t = 0. സ്വിച്ച് ഓൺ ആക്കില്ല, സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അറ്റ് t = 0 കറണ്ട് ഈസ് 0. ഓക്കെ, നോ അറ്റ് എ ലേറ്റർ ടൈം ലെറ്റ് ബി ഏതൊരു സമയം, ഓക്കെ, t സമയത്ത് അവിടെയുള്ള കറണ്ട് I ആണ്. നോക്കണേ, ഈ കറണ്ട് വിളിക്കുന്ന പേരാണ് ട്രാൻസിയൻറ്റ് കറണ്ട് എന്നാണ് വിളിക്കുക കേട്ടോ. കാരണം സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും കറണ്ട് ഗ്രോ ചെയ്യും, ഡീകേ ചെയ്യും. ആ സമയത്ത് വരുന്ന ഗ്രാജുവൽ ചേഞ്ചിലുള്ള സമയത്ത് ആ സിറ്റുവേഷൻ വിളിക്കുന്ന പേരാണ് ട്രാൻസിയൻറ്റ് സിറ്റുവേഷൻ, ട്രാൻസിയൻറ്റ് കേസ് എന്നാണ് വിളിക്കുക. ലിസൺ, അത് പ്രോബ്ലത്തിൽ പറയുമ്പോൾ ജസ്റ്റ് ആഫ്റ്റർ ദ സ്വിച്ച് ഈസ് ഓൺ, ജസ്റ്റ് ആഫ്റ്റർ സ്വിച്ച് ഈസ് ഓഫ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ മാത്രമാണ് ഈ ഗ്രോത്തും ഡീക്കേക്കും നടക്കുക. ലോങ് ആഫ്റ്റർ ദ സ്വിച്ച് ഈസ് ഓൺ, ലോങ് ആഫ്റ്റർ ദ സ്വിച്ച് ഈസ് ഓഫ് എന്ന് പറയുന്നത് അവിടെ കറണ്ട് കോൺസ്റ്റൻ്റാണ്, അവിടെ ബാക്ക് എം എഫ് ഇൻഡ്യൂസ് ചെയ്യില്ല. അതിന് വിളിക്കുന്ന പേര് സ്റ്റഡി സ്റ്റേറ്റ്. എന്താ ബാക്ക് എം എഫ് ഇൻഡ്യൂസ് ചെയ്യാതിരിക്കാൻ കാരണം? L × di/dt കോൺസ്റ്റൻ്റ് കറണ്ടാ. ആ സമയത്ത് ഒന്നുകിൽ കറണ്ട് ഇല്ല ഓഫ് ആക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറേ നേരം കഴിഞ്ഞ് ഓണായി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ലോങ് ആഫ്റ്റർ ആവുന്ന സമയത്ത് കറണ്ട് കോൺസ്റ്റൻ്റ് ബാക്ക് എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. എന്തായാലും ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. നമുക്ക് പരിചയമുള്ള ഫോർമാറ്റ് dx/x ഫോർമാറ്റാണ് അല്ലേ. ഇൻ്റഗ്രൽ dx/1/x dx പറഞ്ഞ നാച്ചുറൽ ln x എന്നറിയാം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ln, here the function is V - IR. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് V - IR ആണ് ഫംഗ്ഷൻ. നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അനുസരിച്ച് V - IRൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താ V - IRൻ്റെ ഡെറിവേറ്റീവ്? V കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. -IR നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു I ആണ്. അപ്പോൾ I വെച്ചുള്ള ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. -IRൻ്റെ ഡെറിവേറ്റീവ് -R. അപ്പുറ കേസിൽ എന്താ വരിക? ഈസ് ഈക്വൽ ടു dt/L. ഇറ്റ് വിൽ ബി t/L. ഓക്കെ, dt-യുടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടൈം കിട്ടും. ഓൾറെഡി അവിടെ L കൊണ്ട് ലിമിറ്റ് കൊടുക്കും. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കാനുണ്ട്. എവിടെ മുതൽ? 0 to t ആണ്. ഓക്കെ, ഈ കേസിൽ നമുക്ക് കൊടുക്കാനുള്ള ലിമിറ്റ് വരുന്നത് 0 to what it is I എന്നുള്ള ടേമാണ്. അപ്പോൾ ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഐക്ക് പകരം I കൊടുക്കും, ദെൻ 0 കൊടുക്കും. അപ്പോൾ ഇക്വേഷൻ വരുന്നത് ശ്രദ്ധിക്കുക. ln V - IR. ഓക്കെ, ആദ്യം ഐക്ക് പകരം I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് ലോവർ ലിമിറ്റ് ഐക്ക് പകരം 0 കൊടുത്തു.
ഐക്ക് പകരം 0 കൊടുത്താൽ ln ഇൻറ്റു വി വരും അല്ലേ, ഐക്കാണ് നമ്മൾ 0 കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. താഴത്തെ ആരുണ്ട്, -6 ഇവിടെ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടിക്ക് ആദ്യം ടിയും തുടർന്ന് 0യും കൊടുത്താൽ t - 0 t വിൽ ബി ദർ ഡിവൈഡ് ബൈ l. ഓക്കെ, ഇത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കറണ്ടിൻ്റെ ഒരു ഇക്വേഷനാണ്. -6 അപ്പുറം പോകുന്നു. ഇവിടെ log a minus log b is nothing but log a by v equation വരും. Therefore next step will be ln of v minus ir divided by v is equal to minus rt by l minus rt by l. Okay, no, rt by l എന്നുള്ള ഇക്വേഷൻ കിട്ടി. നമുക്ക് ലോഗ് ക്യാൻസൽ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ എക്സ്പോണൻഷ്യൽ എടുക്കും. അപ്പോൾ നമ്മൾ എഴുതുന്ന അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. ടേക്കിംഗ് എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ ഹിയർ ഐ ആം ഗെറ്റിംഗ് v minus ir by v or v by v is 1 minus ir by v is equal to exponential of minus rt by l. ഓക്കെ, ലിസൺ, ഈ 1 മൈനസിനെ അല്ലെങ്കിൽ ആ ടേമിന് ഇപ്പുറം കൊണ്ടുവന്നു, -ir/v അപ്പുറം സൈഡിലോട്ട് കൊണ്ടുവന്നു. ലിസൺ, സോ ദാറ്റ് ഐ എം ഗെറ്റിംഗ് ഹിയർ. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം ഈ ഭാഗത്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആ ടേംസിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 1 മൈനസ് എന്നുള്ളത് ഞാനിങ്ങനെ എഴുതുന്നു, അപ്പുറത്ത് എഴുതുന്നു 1 മൈനസ് e⁻⁻rt/l. ഇപ്പുറത്ത് ആരുണ്ട്, ir by v. Okay, ir by v. Here what is the equation for i? I is equal to r by v ഇപ്പുറത്തേലോട്ട് കൊണ്ടുപോകും. Therefore I am writing it as v by r. ഇവിടെ ഇൻറ്റു ആർ ബൈ വി അപ്പുറം പോകുമ്പോൾ അത് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ ആർ ആവും. ഡിവൈഡ് ബൈ വി അവിടെ ഇൻറ്റു വി ആയി ഇൻറ്റു 1 മൈനസ് e⁻⁻rt/l. നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, അപ്ലൈഡ് വോൾട്ടേജ് വി ആണ്, റെസിസ്റ്റൻസ് ആർ ആണെങ്കിൽ അത് റെസിസ്റ്റൻസ് മാത്രമുള്ള കേസാണ്. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞതിന് ശേഷം കുറേ നേരം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാക്സിമം കറണ്ട് ഗ്രോ ചെയ്ത് മാക്സിമം ആവും. ആർക്ക് റോൾ ഉണ്ടാവില്ല, ഇൻഡക്ടറിന് റോൾ ഉണ്ടാവില്ല. ആ സമയത്തെ കറണ്ടാണ് ഇത് വരിക. ആ കറണ്ട് I is equal to I0 into 1 minus e⁻⁻rt/l. rt/l. Okay, this is the equation you are getting. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. I is equal to I0 into 1 minus e⁻⁻rt/l. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ ഒരു തവണ കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടെ ആ ഗ്രാഫ് ഒന്നുകൂടെ വരക്കുവാണ്. ദിസ് ഈസ് കറണ്ട് വേഴ്സസ് ടൈം. ഇനീഷ്യലി അറ്റ് t = 0 സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ കറണ്ട് 0 ആയിരുന്നു. പിന്നെ കറണ്ട് ഗ്രോ ചെയ്യാണ്. ഇറ്റ് വിൽ ബിക്കം ദി മാക്സിമം കറണ്ട് നമ്മൾ I0 എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, I0യുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തത്. ഫോർ I0 is equal to അപ്ലൈഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്നുള്ള ഓംസ് ലോ മാത്രമേ അവിടെ വാലിഡ് ആവുള്ളൂ. ഫോർ ദി കുറേ സമയം കഴിയുമ്പോൾ ലോങ് ആഫ്റ്റർ അല്ലേ അവിടെ സ്റ്റഡി കറണ്ട് ഉണ്ടാവുക. നമ്മളിതിൻ്റെ ഗ്രാഫ് വരക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരിക. ഓക്കെ, എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുന്ന ഗ്രാഫ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗ്രോത്ത് ഓഫ് കറണ്ട്. നോക്കൂ, ഞാൻ ഈ ഇക്വേഷനിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ വേണ്ടി പോവാണ്. വെൻ ടൈം ഇസ് ഈക്വൽ ടു L/R, ടൈമിൻ്റെ വാല്യൂ L/R. നമുക്കറിയാം +1 നമ്മൾ പ്രിൻസിപ്പിൾ ഹോമോജിനിറ്റി പഠിച്ച മക്കളാണ്. അതിൽ നമ്മൾ പഠിച്ചിട്ട് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുകൾക്കും ലോഗരിതം ഫംഗ്ഷനുകൾക്കും അതുപോലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ഡയമെൻഷൻ ഉണ്ടാവില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. നോക്കൂ, ഇതിലിപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് RT/L ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു L/R, അതായത് L/R എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ടൈം ആയിരിക്കും. നോക്കൂ, അതിന് ഞാൻ വിളിക്കുന്ന പേര്, ഈ L/R വിളിക്കുന്ന പേര് ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റൻറ്റ്. നമ്മളിതുപോലെ ഒരു ടേം പരിചയപ്പെടേണ്ടതാണ്. കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്റീവ് ടൈം കോൺസ്റ്റൻ്റ് ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ R/C ആണ്. ഇവിടെ നമ്മൾ ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റൻ്റ് ആണ് പറയുന്നത്. ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ L/R, ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ഇൻഡക്റ്റൻസ് ടു റെസിസ്റ്റൻസ്. യൂണിറ്റ് വെച്ച് നോക്കിയാലും ഡയമെൻഷൻ വെച്ച് നോക്കിയാലും ഇൻഡക്റ്റൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു ദി ടൈം എന്നതായിരിക്കും. അപ്പോൾ അതിൽ ബാക്കി ഞാൻ സോൾവ് ചെയ്യുമ്പോൾ I is equal to I0 into 1 minus e⁻⁻r/L into t. ടിക്ക് എന്ത് കൊടുത്തു? L/R. ഓക്കെ നോ, അതിൽ ആ ടേംസുകളെല്ലാം
ആ റെസിസ്റ്റൻസും എല്ലും കട്ട് ചെയ്ത് പോയി. യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് I is equal to I0 into 1 minus e raised to minus 1. What is e raised to minus 1? 1 by e. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ ഇതിൽ ഇ എന്നുള്ള എക്സ്പോണൻ്റ് ആണ്. എക്സ്പോണൻ്റ് ഈയുടെ വാല്യൂ ഈയെന്ന് അറിയപ്പെടുന്ന എക്സ്പോണൻ്റ് നമ്മൾ സാധാരണ അറിയപ്പെടുക ഓയിലേഴ്സ് നമ്പർ എന്ന് അറിയപ്പെടും. ഈയുടെ വാല്യൂ വരുന്നത് 2.7171828 എന്ന് പറഞ്ഞ അങ്ങനെ വലിയ നമ്പറാണ്. നമുക്ക് തൽക്കാലം 2.71828 2.71 അല്ലെങ്കിൽ 2.72 എന്നെടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതാ 1 മൈനസ് 1 ബൈ ഇ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ ഇ മൈനസ് 1 ഡിവൈഡ് ബൈ ഇ മൈനസ് 1 പറഞ്ഞാൽ ഇറ്റ് ഈസ് 2.7 ആണ്. അപ്പോൾ 1.71828 ഡിവൈഡഡ് ബൈ ഇയുടെ വാല്യൂ 2.7, അത് 1.7 ഡിവൈഡ് ബൈ 2.7ൻ്റെ റഫ് വാല്യൂ വരും. ആ വാല്യൂ ആണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. I is equal to I0 into അത് ചെയ്ത് കഴിഞ്ഞാൽ 1.718 ഡിവൈഡഡ് ബൈ 2.718 കിട്ടിയാൽ കിട്ടുന്ന വാല്യൂ എല്ലാവരും ഒന്ന് ഓർത്തു വെക്കണം. 0.632 ഓർത്തു വെക്കാനൊക്കെ എളുപ്പമുള്ള നമ്പറാണ് 0.632. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഈ ടൈം ആകുമ്പോഴത്തേക്ക് L/R അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന വാല്യൂ ആവുമ്പോൾ മാക്സിമം കറണ്ടിൻ്റെ 0.632 ടൈംസ് ആയിരിക്കും കറണ്ട്, അല്ലെങ്കിൽ 63.2% കറണ്ട്. നമ്മൾ ഗ്രാഫിൽ വെച്ച് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ദിസ് ഈസ് മാക്സിമം കറണ്ട്. ഈ മാക്സിമം ഓൾമോസ്റ്റ് ഇത് 50% ആണ്. നമുക്ക് വേണ്ടത് 63.2, ലെറ്റ് ഇറ്റ് ബി ദ 0.632 times I0 or 63.2% of I0. ആ കറണ്ട് കിട്ടുന്ന ഈ ടൈമിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ സാധാരണ ഈ ടൈമിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ടോ എന്ന് വെച്ചിട്ട്. ടോ നോക്കൂ, ടി സ്കെയിൽ L/R പകരം നമ്മൾ കൊടുക്കുക ടോയാണ്. അപ്പോൾ ഇക്വേഷനൊക്കെ നമ്മൾ അതിനനുസരിച്ച് മാറ്റം വരും. പല ബുക്കിലും പല സിമ്പലുകളാണ്. ഈ L/R വിളിക്കുന്ന പേരാ ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റന്റ്. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ടൈം ടേക്കൺ ടു ഇൻക്രീസ് ദ കറണ്ട് ഫ്രം 0 to -%. ആ ഡാഷ് എത്ര? 63.2% ഓഫ് ദി മാക്സിമം കറണ്ട്. 0യിൽ നിന്ന് 63.2% കറണ്ട്, മാക്സിമം കറണ്ടിൻ്റെ 63.2% ഇൻക്രീസ് ചെയ്യാനുള്ള ആ ടൈമിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ടോസ് ഈക്വൽ ടു L/R. ഓക്കെ, ടോസ് ഈക്വൽ ടു L/R. നോക്കൂ, ഇതുപോലെ കുറച്ച് സമയം കൂടെ ഒരു ഓൾമോസ്റ്റ് ഒരു 9 or 10 ടൈംസ് ടോ കഴിയുമ്പോഴാണ് നമ്മുടെ കറണ്ട് മാക്സിമം കറണ്ട് I0 ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസ് ഒന്ന് ഓർത്തു വെക്കുക, ഈ ഗ്രാഫ് മനസ്സിലാക്കി വെക്കുക. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് നീറ്റ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനെ സംബന്ധിച്ചും എഞ്ചിനീയർ എക്സാമിനേഷനെ സംബന്ധിച്ചും ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റന്റ് T is equal to L/R എന്നുള്ള കണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാറ്റിയെടുത്ത് ഇപ്പോൾ ഇക്വേഷൻ എന്ത് വിളിക്കാൻ നമുക്കിത് I is equal to I0 into 1 minus e raised to minus t by tau. What is tau? Tau is equal to L/R. Tau is equal to L/R, known as inductive time constant. Okay, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഗ്രോത്ത് ഓഫ് കറണ്ട് ഇൻ an LR സർക്യൂട്ട്. മക്കളെ ശ്രദ്ധിക്കണേ, നമ്മൾ ചില സമയത്തൊക്കെ ചില ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ അനാലിസിസ് ചെക്ക് ചെയ്യാനൊക്കെ വരുന്ന സമയത്ത് ഓർത്ത് വെക്കുക L/R, ഇൻഡക്ടറിലെ L/Rഉം L/R ഇൻഡക്റ്റൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്, ആസ് വെൽ ആസ് കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്റി ടൈം കോൺസ്റ്റൻറ്റ് വരും RC. അതുപോലെ നമ്മുടെ ഡയമെൻഷൻ ഓഫ് നിങ്ങൾ അടുത്തൊരു ചാപ്റ്ററിൽ പഠിക്കുന്ന LC സർക്യൂട്ട് ഉണ്ട്, അതിൽ വരുന്ന √L/C. ഇതിൻ്റെ എല്ലാം ഡയമെൻഷൻ എന്താണെന്ന് വെച്ചാൽ T ആണ്, ടൈം ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഐ എം സ്വിച്ചിങ് ഓവർ ടു ദി decay ഓഫ് കറണ്ട്. ഓക്കെ, നെക്സ്റ്റ് decay ഓഫ് കറണ്ട് നോക്കണേ. decay ഓഫ് കറണ്ടിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ഇൻഡക്ടറും ഉണ്ട്, റെസിസ്റ്റൻസും ഉണ്ട്, കണക്റ്റഡ് ടു SL ഓഫ് വോൾട്ടേജ് ഒരു EMF E ആണ്, കീ ഉണ്ട്. നമ്മളിവിടെ കീ ഓപ്പൺ ആക്കാൻ വേണ്ടി പോവുക, ഓഫ് ആക്കാൻ വേണ്ടി പോവുക. ആ സമയത്ത് കറണ്ട് സഡൻലി 0 ആവില്ല എന്നുള്ള കഥയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെസിസ്റ്റൻസ് മാത്രം ആയിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഗ്രാഫ് വരക്കുവാണ്. ദിസ് ഈസ് ദി കറണ്ട് and this is a time axis and let it be your maximum current. ഇത്രയായിരുന്നു. at t is equal to 0 ഞാൻ സ്വിച്ച് ഓഫ് ആക്കാൻ വേണ്ടി പോവുക, സ്വിച്ച് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവുക.
ആ സമയത്ത് ഇതാണ് I0 എന്ന് പറയുന്ന മാക്സിമം കറണ്ട് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് കറണ്ട് റെസിസ്റ്റൻസ് മാത്രമായിരുന്നെങ്കിൽ സ്വിച്ച് ഓഫ് ഉടനെ തന്നെ 0 ആയേനെ. പക്ഷെ ഇവിടെ ആരുണ്ട്? ഇൻഡക്ടർ ഉണ്ട്. ഇറ്റ് വിൽ ചേഞ്ച് ഇറ്റ് വിൽ ഒപ്പോസ് ദി ചേഞ്ച് ഇൻ കറണ്ടിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഗ്രാജുവലി ആണ് വരിക, എക്സ്പൊണൻഷ്യലി ആണ് നിങ്ങൾക്ക് ഗ്രാഫ് വരിക. അതിന് മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. ഓക്കെ, here it happens, decay of current happens when the switch is opened. സ്വിച്ച് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണ്, ഓഫ് ആക്കാൻ വേണ്ടി പോവാണ്. ലിസൺ, ഈ കേസിൽ ഐ ആം ഗോയിങ് ടു അപ്ലൈ ദ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ആസ് പെർ ദ കിർച്ചോഫ് വോൾട്ടേജ് ലോ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് ഈ വോൾട്ടേജ് ഇല്ല. therefore 0 is equal to voltage drop across the resistor, that is IR, plus L into di by dt. What is L into di by dt? This is the back EMF across the inductor. മക്കളെ, ഓൾറെഡി ടോൾ യു ദിസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കതിന് കറണ്ടിൻ്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി ഇപ്പോൾ അതിൻ്റെ പെട്ടെന്ന് ഭാഗമായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് L ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് IR. ഓക്കെ, ഓർ വേരിയബിൾസ് കറണ്ട് ഡി ഐയും ടൈമും വേരിയബിൾ ആണ്. therefore I am writing it as ഡി ഐ by I is equal to minus R by L into dt. ഓക്കെ, ഇപ്പോൾ വേരിയബിൾസ് സെപ്പറേറ്റഡ് ആയി. അപ്പോൾ ഞാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇവിടെ ഡി ഐ ബൈ ഐ ഡി എക്സ് ബൈ എക്സ് ഫോർമാറ്റാണ്, മൈനസ് ആർ ബൈ എൽ കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ ഓഫ് ഡി ടി. നമുക്കതിൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ലിമിറ്റ് കൊടുക്കുമ്പോൾ സ്വിച്ച് ഓഫാക്കുന്ന സമയത്ത് ടി ഈസ് ഈക്വൽ ടു 0 ടു ടി ടൈമിൽ എന്താ സംഭവിക്കാൻ നോക്കണേ. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 കറണ്ട് ഈസ് മാക്സിമം. കറണ്ട് I0 മാക്സിമം ആണ്. പിന്നെ കറണ്ട് ഇതിന് ഗ്രാജുവലി കുറയുവാണ്. കറണ്ട് കുറഞ്ഞ് 0 ആവും. പക്ഷെ നമ്മൾ ഒരു അറ്റ് ടി എന്ന് പറഞ്ഞ സമയത്ത് ഉള്ള കറണ്ടിനെ നോക്കുവാണ്. ദറ്റ് വിൽ ബി I. തുടക്കത്തിൽ I0 ഉണ്ടായിരുന്നു. പിന്നെ ടി എന്ന് പറഞ്ഞ സമയത്ത് കറണ്ട് I എന്നുള്ള വേരിയബിൾ ആണ്. അതിന് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് ln I ഫ്രം ദ ലിമിറ്റ് എവിടെ നിൽക്കുക, ഫ്രം I0 ടു I ഇസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എൽ ഡി ടിയുടെ ഇൻ്റഗ്രൽ ടി ആണ്. From 0 to t ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് ln I മൈനസ് ln I0. ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് log a മൈനസ് log b ഫോർമാറ്റ് ആണ്. ln I ഡിവൈഡഡ് ബൈ I0 ഇസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി മൈനസ് 0, ദാറ്റ് ഈസ് ടി. ദിസ് ഇസ് ദ ഇക്വേഷൻ. എങ്ങനെ ലോഗരിതം റിമൂവ് ചെയ്യുക? ടേക്ക് ദ എക്സ്പൊണൻഷ്യൽ. അപ്പോൾ നമ്മളിവിടെ ടേക്കിംഗ് ദ എക്സ്പൊണൻഷ്യൽ, exponential. Okay, here you are getting I by I0. I by I0 ഞാൻ ഇവിടെ കൊണ്ടുപോയി എഴുതാൻ വേണ്ടി പോവാ. I by I0 is equal to e raised to minus RT by L. This is the equation for that current. ആ current exponentially decrease ചെയ്യുന്നു. You are supposed to get a ഗ്രാഫ് ലൈക്ക് ദിസ്. ഇതാ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഗ്രാഫ് ഇതുപോലെയാണ്. ഓക്കെ, എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന കറണ്ട്. ലിസൺ, ആ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഗ്രോത്തിൻ്റെ സമയത്ത് പറഞ്ഞ ഇക്വേഷൻ മക്കൾ അറ്റ്ലീസ്റ്റ് ഇക്വേഷൻ എല്ലാവരും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഗ്രോത്തിൻ്റെ കേസിൽ I ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ടി ബൈ എൽ. ആ സമയത്ത് ഡികെയുടെ സമയത്ത് ആ 1 മൈനസ് ഇല്ല, ബാക്കിയെല്ലാം സിമിലറാ. I ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ടി ബൈ എൽ. ഗ്രാഫ് നമ്മൾ കാണിച്ചു. ഈ ഒരു കാര്യം കൂടെ നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇവിടുത്തെ ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റന്റ് ഈ കോണ്ടെക്സ്റ്റിൽ ഗ്രോത്തിൻ്റെ കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇറ്റ് ഈസ് ദ കറന്റ്, ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ടു ഇൻക്രീസ് ദ കറന്റ് ഫ്രം 0 ടു 63.2% ഓഫ് ദി മാക്സിമം വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റന്റ് അത് മെഷർ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് L by R, ഇൻഡക്റ്റൻസ് ടു ദി റെസിസ്റ്റൻസ് ഉള്ള റേഷ്യോ നമ്മൾ പറഞ്ഞു. ഡയമെൻഷൻ ടി എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ. ഈ കോണ്ടെക്സ്റ്റിൽ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് ഡീകേ ഓഫ് കറണ്ട് കേസിൽ എന്താണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. I is equal to I0 into e raised to minus RT by L. നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാ when time is equal to L by R. പേരെന്തായിരുന്നു? ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റന്റ്. ഇൻഡക്റ്റീവ് ടൈം
കോൺസ്റ്റൻറ്റ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് സംഭവിക്കാൻ നോക്കാൻ വേണ്ടി പോവാണ് നമ്മൾ. ദെൻ I is equal to I0 into e raised to minus R by L into L by R. You are getting what it is, e raised to minus 1. ഈയുടെ വാല്യൂ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2.71828 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1 by റെസിപ്രോക്കൽ കാണുമ്പോൾ യു ആർ ഗെറ്റിംഗ് ദ ഇക്വേഷൻ ആസ് I is equal to നേരത്തെ 0.632 അല്ലേ, 1 minus 0.632 ആണ് ഇവിടെ വരിക. ദാറ്റ് ഈസ് 0.368 times of I0. അപ്പോൾ എന്താ ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റൻറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിക്കെയുടെ സമയത്ത് കറണ്ട് സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം മാക്സിമം കറണ്ട് കുറഞ്ഞ് വരിക, 0 ആവാൻ വേണ്ടി പോവുക. അതിൽ മാക്സിമം കറണ്ടിൻ്റെ 36.8% നോക്കൂ, ഇത് 50%, ഇതാണ് 36.8% ആയി കുറയാൻ എടുക്കുന്ന, ഓക്കെ നോ ഇത് എത്ര പെർസെൻറ്റേജാ, 36.8. ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് 0.368 ടൈംസ് ഓഫ് I0. കുറയാൻ എടുക്കുന്ന ഈ ടൈമിനെ വിളിക്കുന്ന പേരാ ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റൻറ്റ് L by R, ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ ടോ. ടോസ് ഈക്വൽ ടു L by R. ഓക്കെ നോ, ഗ്രാജുവലി ആണ് കുറയുക എന്നുള്ള കേസ് ഒന്ന് ഓർത്ത് വെക്കുക. ദിസ് ഈസ് നോൺ ആസ് ഡികെ ഓഫ് കറണ്ട്. നോക്കൂ ഈ കേസിൽ ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രോത്ത് ഓഫ് കറണ്ടിൽ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുക. You got it as already you know that voltage across inductor, growth in the സമയത്ത് voltage across inductor is L into di by dt. ഈ കറണ്ട് വേരിയബിൾ എന്ന് പറഞ്ഞു. കറണ്ട് ഇക്വേഷൻ വരുന്നത് I0 e raised to minus RT into 1 minus RT by L. നമ്മൾ ഓൾറെഡി ഗ്രോത്തിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 മൈനസിൻ്റെ 1 0 ആയിപ്പോയി. ബാക്കി മൈനസ് e raised to minus RT by ഡെറിവേറ്റീവ് e raised to minus RT by L into ഈ മൈനസ് RT by L ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ഒരു മൈനസും പ്ലസ് ആവും, into R by L വരും. Anyway, you are getting the voltage is some constant here, some constant into e raised to minus RT by L. ഇവിടെ എഴുതിയിട്ടുണ്ട് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് V0 ഇൻറ്റു e raised to minus RT by L. നോക്കണേ, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം ഗ്രോത്തിൻ്റെ സമയത്ത് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ അവിടെ എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുക. ഗ്രോത്തിൻ്റെ സമയത്ത് കറണ്ട് ഗ്രോ ചെയ്യുമ്പോൾ ഓക്കെ, കറണ്ട് ഗ്രോ ചെയ്ത് അതിന് റേറ്റ് ഓഫ് ചേഞ്ച് ഇങ്ങനെ ആദ്യം നല്ലോണം ഉണ്ട്. അപ്പം നല്ല ബാക്ക് EMF ഇൻഡക്ടറിന് അക്രോസ് നല്ല ബാക്ക് EMF വരും. ശേഷം എന്ത് ചെയ്യുന്ന ചില റേറ്റ് ഓഫ് ചേഞ്ച് കുറവാണ്, അതിനനുസരിച്ച് ആ ബാക്ക് EMF കുറയും. അങ്ങനെ when the current is almost steady, there is no voltage drop across the inductor. However, voltage will be dropped across the resistor. നമ്മൾ നേരത്തെ പറഞ്ഞതാ, ആ സമയത്ത് മാക്സിമം കറണ്ട് കിട്ടും, V ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് രണ്ട് ടോപ്പിക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇൻഡക്ടർ റെസിസ്റ്റർ സർക്യൂട്ട് കാണാം, 1ലോട്ടാണ് കണക്ട് ചെയ്തില്ല, ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാണ്. ദെർഫോർ അതെന്ത് ചെയ്യും, ചാർജ് ചെയ്യും, അല്ലെങ്കിൽ അത് കറണ്ട് ഗ്രോ ചെയ്യാണ്. ഗ്രോത്ത് ഓഫ് കറണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം ഗ്രോത്ത് വരുന്ന എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്ന ഗ്രാഫാണ്. അതിൽ when time is equal to L by R, the current will be 0.632 times I0 വരും. ഉപയോഗിച്ച ഇക്വേഷൻ എല്ലാവർക്കും അറിയണം. ഈ രണ്ട് ഇക്വേഷനും ആ വാല്യൂസും മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗ്രോത്ത് ഓഫ് കറണ്ട് I is equal to I0 into 1 minus e raised to minus t by tau, and ഡികെയുടെ കേസിൽ I is equal to I0 into e raised to minus t by tau. രണ്ട് കോണ്ടെക്സ്റ്റിലും ടോസ് ഈക്വൽ ടു L by R, ടോസ് ഈക്വൽ ടു L by R, ബട്ട് ഡിഫൈൻ ഇൻ ടു ഡിഫറെൻറ്റ് വേസ്. രണ്ട് തരത്തിലെ ഡിഫൈൻ ചെയ്തെന്ന് മാത്രം. ഗ്രോത്ത് ഓഫ് കറണ്ടിൻ്റെ കേസിൽ കറണ്ട് സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം മാക്സിമം കറണ്ടിൻ്റെ 63.2% ആയുള്ള സമയമാണെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ അത് മാക്സിമം കറണ്ടിൻ്റെ 36.8% ആയിട്ട് ഡിക്രീസ് ചെയ്യാനുള്ള സമയത്ത് വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗ്രാഫ്, അതുപോലെ ഈ രണ്ട് ഇക്വേഷൻസ് വിത്ത് ടോട്ട വാല്യൂ L by R എന്നുള്ള ആ ഒരു കാര്യങ്ങൾ മക്കളെ എപ്പോഴും ഓർത്ത് വെക്കുക. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾ സ്ട്രെസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ നമ്മുടെ ഗ്രോത്തിൻ്റെ കേസിൽ നമ്മൾ വോൾട്ടേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറണ്ട് എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ VL is exponentially decreasing.